പേളിമാണിയെയും കുടുംബത്തെയും മലയാളികൾക്ക് ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. പേളിയുടെ ഓരോ വീഡിയോകളും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞയിടെ നിലയുടെ ആദ്യ സ്കൂൾ ഡേ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അത് വൈറലായിരുന്നു. അതിനുശേഷം അമ്മൂമ്മയെ കാണാൻ പോയ വീഡിയോയും ശ്രദ്ധേയമായിരുന്നു. ഇപ്പോൾ ഒരു ചോദ്യോത്തര രീതിയിലുള്ള വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് പേളിയും ശ്രീനിയും. മൂന്നാമതൊരു കുട്ടിക്കുള്ള പ്ലാനിങ് ഉണ്ടോ എന്നാണ് ഒരാൾ ചോദിച്ചത്. രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞതേയുള്ളൂ, അപ്പോഴേക്കും അടുത്തതോ എന്ന ഭാവമായിരുന്നു ഈ ചോദ്യം വായിച്ചപ്പോൾ പേളി മാണിയുടെ മുഖത്തുണ്ടായത്. സത്യത്തിൽ ഇതൊന്നും ഞങ്ങളുടെ കയ്യിലല്ല, ദൈവം തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നു മാത്രം. അതിനാൽ മൂന്നാമതൊരു ബേബി ഉണ്ടാവുമോ എന്നൊന്നും ഉറപ്പില്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം. വേണമെന്നും പറയില്ല, വേണ്ടെന്നും പറയില്ല, പേളി പറയുന്നു. നില ആദ്യമായി സ്കൂളിൽ പോകുന്നതിൻ്റെ വീഡിയോ പേളിയുടെ ചാനലിലൂടെ പങ്കുവച്ചിരുന്നു. ആ വീഡിയോയിൽ പേളി കരയുന്നുമുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ നിതാരയും ഇതുപോലെ സ്കൂളിൽ പോകുവാൻ തുടങ്ങും. 2 മക്കളും പഠനത്തിനായി ദൂരേക്ക് പോകുമ്പോൾ എങ്ങനെ അതെല്ലാം മാനേജ് ചെയ്യുമെന്നായിരുന്നു അടുത്ത ചോദ്യം. നിലയെ ആദ്യം സ്കൂളിൽ വിടാതെ ഹോം സ്കൂളിംഗ് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ അവസാനം അവളെ സ്കൂളിൽ ചേർത്തു എന്നും പേളി പറഞ്ഞു. എൻ്റെ ആദ്യ മകളാണ് നില. അവളെ വിട്ടു നിൽക്കുമ്പോൾ സ്വാഭാവികമായും വിഷമമുണ്ടാകും. നിതാര ഉണ്ടെങ്കിലും പോലും നിലയോട് എനിക്ക് പ്രത്യേക ഇഷ്ടമുണ്ട്. ഒരുപക്ഷെ നിതാര സ്കൂളിൽ പോകുന്ന പ്രായമാകുമ്പോൾ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. അപ്പോഴേക്കും ഏകദേശം ഒരു ധാരണ കിട്ടും. അന്ന് വീഡിയോ എടുക്കാനും പ്ലാൻ ഇല്ലായിരുന്നു. പെട്ടെന്ന് വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായില്ല. ആ വീഡിയോക്ക് താഴെ ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ വന്നിരുന്നു. എന്തൊരു നല്ല മെസ്സേജാണ് പാസ് ചെയ്തത്. സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ്, ഷോ ഓഫ് ചെയ്യാനല്ല. പേളി കരഞ്ഞപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി. സാരമില്ല, എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്. എല്ലാ അമ്മമാരും ഇങ്ങനെയാണ്. എത്ര കുട്ടികളുണ്ടെങ്കിലും അവർ ആദ്യം പോയിട്ട് ദിവസം അത് വല്ലാത്ത ഒരു പ്രയാസമാണ്. ഇതെല്ലാം ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകളാണ്. ഞാൻ കരുതി അത്രയും ദിവസം നീ കരഞ്ഞതുകൊണ്ട് അന്ന് വീഡിയോ എടുക്കുമ്പോൾ കരയില്ലെന്ന്. പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാണ് ശ്രീനി പറഞ്ഞത്. സത്യത്തിൽ ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഇത് ഈസിയായിട്ട് മനസ്സിലാകും. എല്ലാ മാതാപിതാക്കളും ഈ കാര്യങ്ങളിലൂടെ കടന്നുപോയവർ ആയിരിക്കുമല്ലോ. അന്ന് ആ വീഡിയോ കാണുന്നതിലുപരി അതിനു താഴെ വന്ന കമൻറ്റുകൾ വായിച്ച് ഒരുപാട് കരഞ്ഞു എന്നും പേളി പറഞ്ഞു.